ആമേൻ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. രൂത്ത് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അമ്മേ, ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കുകയാണ്. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തു നിമിത്തം എന്തേലൊരു ഛേദം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അമ്മേ, കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരു നിന്ദയോ പരിഹാസമോ വേദനയോ പഴികളോ സ്വജനത്തിൽ നിന്നും പുറത്തു നിന്നും എവിടെ നിന്നെങ്കിലും തിക്ത അനുഭവങ്ങൾ ഉളവായിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളോടാ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നത്, നിന്റെ പ്രവൃത്തിക്ക് അവനൊരു പ്രതിഫലം തരും. ആമേശ്വതൻ നിന്റെ പ്രവൃത്തിക്ക് അവൻ പകരം തരും. ആമേശ്വതൻ അവൻ ആർക്കും എന്തല്ല കടക്കാരനല്ല, അവൻ ആർക്ക് കടക്കാരനല്ല. ഇന്ന് പകലിൽ അവൻ നമ്മുടെ മധ്യത്തിലുണ്ട് പ്രിയ മക്കളെ. അതുകൊണ്ട് ആമേശ്വതം ശക്തിയോടെ അവന് മഹത്വം കൊടുത്തു. അവൻ നിന്റെ പ്രവർത്തികളൊന്നും വൃഥാവല്ല, നിന്റെ പ്രവർത്തികളൊന്നും വൃഥാവല്ല. അവനെ കണ്ടറിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും എന്തേലും ഒരു ഛേദം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നികത്തി തരുവാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നതെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. ഇവിടെ രൂത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇവള് വിധവയാ. ആരാണ്? വിധവയാ. സ്തോത്രം. പക്ഷേ ഇവളുടെ വീട്ടില് ആഹാരത്തിനുള്ള വകയൊക്കെ ഉണ്ട്. 2, ഇവള് മോവാബിയ സ്ത്രീയാ. ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് പൂർണ്ണ അളവിൽ പ്രവേശിക്കാൻ കഴിയാത്ത 2 വിഭാഗങ്ങളുണ്ട്, മോവാബിയനും അനുഭവിച്ചിട്ടില്ല എന്ന ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ആ യേശു കർത്താവ് എന്ന പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട് പ്രിയ മക്കളെ. ആമേശ്വതം ഇവൻ കല്ലല്ല, മണ്ണല്ല, മരമല്ല, ഗ്രില്ലല്ല, ചില്ലല്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല, വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്തിരിക്കുന്ന മനുഷ്യന്റെ കൈവേലയല്ല. ഇവൻ ജീവനുള്ള ദൈവമാ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയ നിലവാരത്തേക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവമാണ്. അവന്റെ മുമ്പാകെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അവന് നമ്മെ കുറിച്ച് ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ടെന്ന്
നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും. സ്തോത്രം. ഒരു വിചിത്രമായി ഇന്ന് ഈ ലോകത്തിൽ കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. അമ്മയായിട്ട് സഹകരിക്കുന്നില്ല, പിന്നെയാണ് അമ്മായി അമ്മയായിട്ട്. ഒന്ന് പറഞ്ഞേ, അമ്മയായിട്ട്. പറഞ്ഞോ, നിങ്ങളുടെ കാര്യമല്ല. അമ്മയായിട്ട് എന്ത് ചെയ്യുന്നില്ല, സഹകരിക്കുന്നില്ല, പിന്നെയാണ് അമ്മായി അമ്മയായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അമ്മായി അമ്മയുമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അമ്മ സഞ്ചരിക്കുക. അത്ര സ്നേഹം ഉണ്ടാവും. ഞാൻ ചിന്തിക്കുന്നത് കുറച്ച് കാലമേ ഇവളുടെ ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടുണ്ടാകത്തുള്ളൂ. അതായത് ബത്ലഹേമിൻ്റെ ക്ഷാമകാലം തീരുന്നൊരു കാലം വരെയും. പക്ഷെ ഈ അമ്മയും മകളും തമ്മിൽ സംസാരിച്ചതിലേറെയും ആത്മീകമായ കാര്യങ്ങളായിരിക്കും. നവമിക്ക് രൂത്തിനോട് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചായിരിക്കും. അവൻ ചെയ്ത യുദ്ധങ്ങൾ, തൻ്റെ ജനത്തെ നടത്തിയ വിധങ്ങൾ, മിസ്രൈമിൽ ചെയ്ത ബാധകൾ അയച്ച് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന വിധങ്ങൾ, ഇതൊക്കെയായിരിക്കും ഈ രൂത്തിൻ്റെ ഹൃദയത്തെ ഈ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വിധവയാ, അമ്മായിയമ്മയുടെയും അമ്മായിയമ്മയും വിധവയാ. ആമേൻ. വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്ന അമ്മായിയമ്മയെ ഒരു കൈ സഹായത്തിന് ഇവൾ പിടിച്ചിരിക്കുക. ഇവൾക്ക് മടങ്ങിപ്പോകാമായിരുന്നു. 2 മരുമക്കളുണ്ടായിരുന്നു. ഓർപ്പ പൊട്ടിക്കരഞ്ഞു, ചുംബനം കൊടുത്ത് മാറിപ്പോയി. രൂത്തോ കൂടെ നിന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമക്കളെ, ഈ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് വരുമ്പോൾ, ആമേൻ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ മോവാബ്യ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചാൻസ് ഇല്ലാത്തതായിരുന്നു, ഇടയില്ലാത്തതായിരുന്നു, അസാധ്യമായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവിടെ സാധ്യമാക്കുകയാണ്. കേട്ടോ പ്രിയമക്കളെ, അമിശ്വത പാരമ്പര്യം കൊണ്ട് നിനക്കോ നിന്റെ കുടുംബത്തിനോ പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില തലത്തിലേക്ക് ഇന്ന് പകൽക്കാലം ചിലതിന്റെ സ്റ്റെപ്പ് വെപ്പിക്കുകയാണ്. നിലവാരത്തെ മാറ്റാൻ കഴിവുള്ളൊരു ദൈവം, സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം, വിധിയെഴുത്തുകളെ മായ്ച്ചുകൊണ്ട് ശത്രുക്കൾക്ക് മുമ്പാകെ മേശ ഒരുക്കുവാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് പകല് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് അവനൊന്ന് ഉറ്റുനോക്കുകയാ. വാക്യം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ, രാഹാബാര സ്തോത്രം. ശലോമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ആരെ ജനിപ്പിച്ചു? സ്തോത്രം. ഈ ബോവസാണ് ഇവിടെ അവളോട് പറയുന്നത്. ഈ ബോവസാണ് ഇവിടെ ഇവളോട് പറയുന്നത്. സ്വന്തം രൂത്തേ, നീ ചെയ്ത വലിയൊരു കാര്യമുണ്ട്. നിന്റെ പിതൃഭവനത്തെ വിട്ടു, നിന്റെ സ്വന്തക്കാരെ വിട്ടു, നിന്റെ ചാർച്ചക്കാരെ വിട്ടു. നീ ഇപ്പൊ എവിടേക്ക് വന്നിരിക്കുക? സ്വന്തം ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നിരിക്കുക. ഇന്ന് പലതും വിട്ടുകളഞ്ഞിട്ടാ പുതിയ മക്കളെ ഈ ആലയത്തിലിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ആരും വിടാതെ വന്നിരിക്കുന്നവരല്ല. ഇതിനകത്തുള്ള എല്ലാവരും തന്നെ പലതിനോട് ഗുഡ് ബൈ പറഞ്ഞു വന്നിരിക്കുകയാ. വലിയ പാരമ്പര്യങ്ങളും ഉയർത്തിക്കെട്ടിയ പള്ളികളും ഉയർത്തിക്കെട്ടിയ സൗധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് ഇന്നിവിടെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, രൂത്തിന്റെ ഹൃദയത്തെ ആകർഷിച്ചതുപോലെ ഒരുത്തൻ നിന്റെ ഹൃദയത്തെയും ആകർഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയമക്കളെ വലിയ പള്ളികളൊക്കെ അമ്മയെയും സ്വജനത്തെയും വിട്ട്. നിന്റെ അപ്പനെയും ആരുണ്ട്? അപ്പനുണ്ട്, അമ്മയുണ്ട്, സ്വന്തക്കാരുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, സ്വന്തക്കാരുണ്ട്. ഇതിനെല്ലാത്തിനെയും എന്ത് ചെയ്തു? ഇവള് വിട്ടു. സ്വതന്ത്രം. ഈ
മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പരമപ്രധാനമായൊരു കാര്യം യേശു പറയുന്നുണ്ട്. ആരാ? യേശു. ആമേ സ്വർഗത്തിന്റെ മണിമകുടമാകുന്ന ആമേ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന സർവശക്തനായ ദൈവം അവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ആമേ എന്റെ നാമനിമിത്തം. ആരുടെ നാമനിമിത്തം? യേശുവിന്റെ നാമനിമിത്തം വല്ലത് നീ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഒരുപാട് പ്രഖ്യാപനങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. അതിൽ പരമപ്രധാനമായൊരു പ്രഖ്യാപനമാണ് ഇവിടെ കിടക്കുന്നത്. ആമേ എന്റെ നാമനിമിത്തം ആമേ സ്വതം നീ എന്തേലും വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, കേട്ടോ പ്രിയമക്കളെ, ആമേ സ്വതം ആമേ ഒരുത്തന്റെ തീ വീണ കറ്റക്കൂട്ടം കത്തിയെങ്കിൽ തീയിട്ടവൻ അതിന് ഉത്തരവാദിയെന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നാമനിമിത്തം എന്തേലും ഒരു ഛേദം നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നികത്തി തരുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകല് നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നിന്നെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല, അവൻ നിന്നെ തള്ളിക്കളയുന്നവനല്ല, അവൻ കാക്കുവാനും കരുതുവാനും ശക്തിയുള്ള ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ വായിക്കുന്നത് വായിച്ചേ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ, എന്റെ നാമനിമിത്തം വീടുകളെയോ ചിലതൊക്കെ വിട്ടുകളയേണ്ടതായ സാഹചര്യം നേരിട്ടാൽ അമ്മ പിടിച്ചു തൂങ്ങരുത്, കടിച്ചു പിടിക്കരുത്, വിട്ടുകളഞ്ഞോ, സ്വർഗം നിനക്ക് പ്രതിഫലം തരും. ഒരുപാട് പ്രഖ്യാപനങ്ങൾ സർവശക്തനായ ദൈവം അമ്മ നമുക്ക് മുമ്പാകെ വെച്ചു തരികയാണ്. ചിലതുമല്ലി തൂങ്ങരുത്, തൂങ്ങിയാൽ നിനക്കത് ഭാരമായി തീരും. വിട്ടു പിരിയേണ്ടതിനോട് വിട്ടു പിരിഞ്ഞുകൊണ്ട് അമ്മ മാറി നിൽക്കേണ്ടിടത്ത് മാറി നിന്നേക്കണം. ചില വിഷയത്തിന്റെ മധ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും, പുറമേ നിന്ന് നോക്കിയാൽ നല്ലതെന്ന് കണ്ടാൽ പോലും, നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ സ്റ്റെപ്പ് വെച്ച് നമ്മൾ അവിടെ പ്രവേശിക്കുമ്പോൾ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. ആമേ സ്തോത്രം. എല്ലാവിധ ആഹാരങ്ങളും ഉണ്ട്, എല്ലാ താമസ സൗകര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നാം, പുറമേ ഉള്ളവർക്കും തോന്നാം. പക്ഷെ നീ അതിനകത്ത് കയറി ആമേ സ്തോത്രം ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ ആമേ 10 ദിവസമോ 100 ദിവസമോ ചെലവഴിച്ച പോലെ ഒരു ഫീലിംഗ് ആമേ ഹൃദയത്തിലൊരു ഭാരം വരികയാ. വിട്ടു പിരിഞ്ഞേക്കണം പ്രിയമക്കളെ. അത് ദൈവത്തിന്റെ ഹിതമല്ല, അത് നിനക്ക് തരുന്നതല്ല, അത് നിനക്കുള്ളതല്ല. നിനക്കുള്ളതിന് നീ പിടിച്ചു കഴിയുമ്പോൾ ആമേ സ്തോത്രം ഞെരുക്കമാണെങ്കിൽ പോലും, ആമേ സ്തോത്രം പ്രയാസമാണെങ്കിൽ പോലും അതിന്റെ അകത്തളത്തിൽ ഒരു ആശ്വാസം. ആമേൻ. യാക്കോബ് കിടന്നുറങ്ങുന്ന സ്ഥലം ആമേ സ്തോത്രം കാട. ആമേ തലയണയ്ക്ക് പകരം വെച്ചിരിക്കുന്നത് കല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ യാക്കോബ് ഉന്മേഷവാനായി തീർന്നു. താൻ പറയുന്നത്, ഇവിടെ ദൈവമുണ്ടായിരുന്നു നിശ്ചയം, ഞാനോ അതറിഞ്ഞില്ല. ഇവിടെ യഹോവയുണ്ടായിരുന്നു നിശ്ചയം, ഞാനോ അതറിഞ്ഞില്ല. ആമേശ്വത വെളിപ്പാടിനാൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടപ്പോൾ അന്ന് യാക്കോബ് പറഞ്ഞു, ഇവിടെ ദൈവം വസിക്കുന്ന ഇടമ കാടാണെങ്കിൽ പോലും, ഹാലലു ഞെരുക്കമാണെങ്കിൽ പോലും, ചെറ്റക്കുടിലാണെങ്കിൽ പോലും അതിനകത്തൊരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ദൈവം വസിക്കുന്നത്. ആമേ. ചിലരൊക്കെ പറയും, ആമേ പാസ്റ്റേ, ആമേ സ്വതം എനിക്ക് നല്ലൊരു വീടില്ല, ആമേ സ്വതം. പക്ഷെ ആ ചെറ്റക്കുടിലിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, ആമേ സ്വതം. ആമേ അതിനകത്തൊക്കെ ആമേ ഒന്ന് കയറുമ്പോൾ ഉള്ള സമാധാനമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊട്ടാരം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. കൊട്ടാരം നോക്കേണ്ട പ്രിയ മക്കളെ. ഒരിക്കലും വിദ്വാൻമാര് നക്ഷത്രം കണ്ട് നക്ഷത്രത്തെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, ഈ നക്ഷത്രം എങ്ങാടായിരിക്കും പോകുന്നത്? ആ കൊട്ടാരത്തിലേക്കായിരിക്കും. കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് നോക്കി ലക്ഷ്യം ആമേ മാറിപ്പോകരുത് കേട്ടോ. ആമേ നോട്ടം ഇതിനകത്തുനിന്ന് മാറിപ്പോകരുത്. ഒരു സമയം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇത് നേരെ ചെന്നെത്തുന്നത് കറക്റ്റ് സ്ഥലത്തായിരിക്കുമെന്ന്. ഇല്ല, ഇതിനെ തന്നെ ഫോളോ ചെയ്ത് പോയേക്കണം. ആമേ ഇവര് പകുതി ദൂരം ചെന്നപ്പോൾ ഇവർ ചിന്തിച്ചു, ആമേ സ്വത എവിടെയായിരിക്കും ആമേ യേശു ജനിക്കുന്നത്? ആമേ സ്വത യേശു ആരായിട്ടാണ് ജനിക്കുന്നത്? രാജാവായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ പകുതി ദൂരം ആമേ യെരൂശലേമിന്റെ അല്ലെങ്കിൽ ആമേ ഇസ്രായേലിന്റെ ബോർഡറോളം ചെന്നപ്പോൾ അവര് ഉറപ്പിച്ചു, ഇതെവിടെയായിരിക്കും? ഹെരോദാവിന്റെ കൊട്ടാരത്തിലായിരിക്കും. യേശു രാജാവായിട്ടല്ലേ ജനിക്കുന്നത്, അതുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലായിരിക്കും. പിന്നെ നക്ഷത്രത്തെ എന്ത് ചെയ്യില്ല, നോക്കിയില്ല. പിന്നെ ആരിലേക്കായിരുന്നു നോട്ടം? കൊട്ടാരത്തിലേക്കായിരുന്നു നോട്ടം.
ആമേൻ സ്തോത്രം. കേട്ടപ്പെടുത്തി മക്കളെ, അന്ത്യം വരെയും ആമേൻ സ്തോത്രം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ആ യേശുവിലേക്കായിരിക്കും നിന്റെ നോട്ടം. നിന്റെ തല താഴ്ന്നു പോകരുത്. ആമേൻ മറ്റൊരു സ്ഥലത്തേക്ക് നിന്റെ കണ്ണ് പോകരുത്. ആമേൻ സ്തോത്രം. ഇടത്തും വലത്തും നീ ശ്രദ്ധിക്കരുത്. അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന ആ യേശുവിനെ ശ്രദ്ധിച്ച് നീ യാത്ര ചെയ്തു. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. അവൻ നിന്നെ കൈവിട്ട് കളയത്തില്ല. അവൻ നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. വാഗ്ദത്തം അവന്റെ കരത്തിലുണ്ട്. അത് നിവർത്തീകരിക്കുവാൻ അവൻ ശക്തനെന്ന് പരിശുദ്ധ ആത്മാവ് ഇടപെടുകയാണ്. സുഡമന ഹസ്തൽ കടകരകക്ഷമാനകസിയന്തരേ. അകത്തിന്റെ അകത്തളത്തിൽ കിടക്കുന്ന ഒരു ദൈവസ്നേഹം ആമേ സ്വർഗത്തിലെ ദൈവം ആമേ സ്വതം പുറത്തെടുക്കുകയാ. അതൊരു മനകക്ഷന്തരാജനകസി തിരമാലകൾ പോലെ പ്രതിസന്ധികൾ ജീവിതത്തിന്മേൽ പൊങ്ങി വന്നപ്പോഴെല്ലാം ആമെ കാത്തതും കരുതിയതും ദൈവത്തിന്റെ കൃപ എന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേ സ്വതം ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. പടകിനകത്ത് യേശു ഉണ്ടായിരുന്നു. അവൻ കാറ്റിനെ ശാസിച്ചു, കടല് ശാന്തമായി. അതുപോലെ എന്റെ മകളെ, ചില പ്രതിസന്ധികൾ പൊങ്ങി വന്നപ്പോൾ അപ്പ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ചില സമയങ്ങളിലെല്ലാം അവന്റെ കരം ആമെ കാറ്റിനെ കടലിലെ ശാന്തമാക്കിയതുപോലെ, ഒരു ശാന്ത തുറമുഖത്തേക്ക് ആ പടകടിപ്പിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ചില മേഖലകളെ പരിശുദ്ധ ദൈവം നീക്കി തന്നതാണ്. എന്നാൽ ആ മരത്ത് അവനുണ്ട്. അവൻ ധൈര്യത്തോടെ കാൽച്ചുവടുകൾ വെക്കട്ടെ, മാനിച്ചു നടത്തുവാൻ ദൈവം ശക്തനെന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിനക്കൊത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ വേണ്ട വണ്ണം അതൊന്നും പുറത്തെടുക്കാൻ കഴിയാതെ വണ്ണം പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാ. ആമെ സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമെ ചില യാത്രകളൊക്കെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒരുക്കും. അതൊരു മനക ശന്തൽ കടകരകക്ഷതാരകസി. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ബലഹീനൽ തുണയായിരിക്കും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങും. സ്നേഹിക്കാനുള്ള ഹൃദയം ആമ ചിലതിനെ ചേർത്ത് പിടിച്ചേക്കണം. ഹല്ലേലൂയ. വാക്കുകൾ നിമിത്തം ചിലതിനെ ആശ്വസിപ്പിക്കത്തക്ക നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ജീവിത തലങ്ങളെ മാറ്റാൻ പോകുകയാണ്. ഉറപ്പും ധൈര്യമുള്ളവളായി മാത്രം ഇരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. കണ്ണുനീര് ദൈവം തുടക്കും, ഹൃദയത്തിലെ ഭാരം ദൈവം മാറ്റും. ആമ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമ നല്ല ഒലിവിനോട് ചേർത്ത് വെച്ച് ബഡ് ചെയ്ത് ആമെ ഉറപ്പ് വരുത്തി നടത്തുവാൻ ആമെ കഴിയുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ അത്രേ എന്റെ മകളായിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, മാനിച്ചു നടത്തുവാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ. ഇവിടെ ആമേ സ്തോത്രം. ആമേ വായിച്ചത് എങ്ങനെയാണ്? ബോവസ് അവളോട് വന്ന് നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്. അപ്പോൾ യേശു ആമേ മത്തായി സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ നാമം നിമിത്തം ആമേ വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. ഓ സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ ഒന്ന് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ചിലരൊക്കെ സൂക്ഷിച്ച് വിളിച്ചേക്കണം, ചിലപ്പോൾ ഞെട്ടിപ്പോകും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിളിക്കുന്നവനും ഞെട്ടും ചിലപ്പോ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. വിളി കേൾക്കുന്നവനും ഞെട്ടും. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്റെ നാമം നിമിത്തം വീടുകളെയോ, അതൊന്ന് പറഞ്ഞേ, വീടുകളെയോ സഹോദരികളെയോ എല്ലാം 100 മടങ്ങ് അവൻ ആമേ സ്തോത്രം ഹല്ലേലൂയ ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എന്ത് കളഞ്ഞെന്നാൽ? വിറ്റ് കളഞ്ഞെന്നാൽ. നമ്മ വീടോ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. പക്ഷേ ഞങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ഞങ്ങളൊന്നും ഇതൊന്നും വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിട്ടവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. ഒരു പരിചയവുമില്ലാത്ത യഹോവയായ ദൈവത്തെ ഒരിക്കൽ ഈ ദൈവം ഇടപെടുകയാ. ആരോടെന്നറിയാമോ? അവിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാമിനോട്. അന്ന് താൻ അബ്രഹാമായിട്ടില്ല. അബ്രാമിനോട് ദൈവം ഇടപെട്ടു. അബ്രാമേ, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് എന്ത് ചെയ്യുക? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക.
ചിലതിനോട് വിട്ടുപിരിയാൻ ഇന്ന് പകലിലൊന്ന് ഒരുക്കപ്പെടാമോ? ചിലർക്ക് ജീവിതത്തോട് ഹൃദയത്തോട് പറ്റിക്കിടക്കുന്ന ഒന്നാണ് കോപം. എന്താ സംഭവം? കോപം. കഴിഞ്ഞൊരു സമയം ഞാൻ കുവൈറ്റിൽ മിദ്യാൻ എന്ന വിഷയത്തെ സ്വതന്ത്രം ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. മിദ്യാന്റെ വിഷയം. മിദ്യാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ? മറന്നോ? കലഹം, ഭിന്നത, വഴക്ക്. മിദ്യാൻ ഇസ്രായേലിന്മേൽ എന്ത് ചെയ്തു? ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മിദ്യാനാരാൽ ഏറ്റവും എന്ത് ചെയ്തു? ക്ഷയിച്ചു. ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ സ്വതന്ത്രം ഈ മിദ്യാനെ നയിക്കേണ്ട ഒരു ശുശ്രൂഷ പല കുടുംബങ്ങളിലും വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മിദ്യാനെ നയിക്കേണ്ട ശുശ്രൂഷകളായിരുന്ന പല കുടുംബത്തിലും പാസ്റ്റർ ഇന്ന് എന്നോടാണ് ഇടപെട്ടത്, ഇന്ന് എന്നോടാണ് സംസാരിച്ചത്. എൻ്റെ വീട്ടിലത്തെ സിറ്റുവേഷനാണ്, വീട്ടിലത്തെ സാഹചര്യമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഏറിയ വർഷങ്ങൾ പഴക്കമുള്ള വിശ്വാസികളാണ്. പക്ഷെ ആരുണ്ട് വീട്ടിൽ? പറഞ്ഞു, ഒച്ചത്തിൽ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. മിദ്യാൻ. സ്തോത്രം. പല ആൾക്കാരും പറയത്തില്ല, ഇപ്പോഴും മിദ്യാനായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലവട്ടം തീരുമാനമെടുത്തിട്ടും എന്ത് ചെയ്യുന്നില്ല? ഈ തീരുമാനം ഹൃദയത്തിൽ നിന്ന് അങ്ങ് പോകുന്നില്ല, പൊട്ടിത്തെറിക്കും. ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. പൊട്ടിത്തെറിക്കും. ബോംബിനേക്കാൾ സ്തോത്രം മാരക പ്രഹരശേഷിയുള്ള സ്ഫോടന വസ്തു പോലെ പൊട്ടുന്നത് പോലെ പൊട്ടിക്കോ. എത്ര വേണമെങ്കിൽ പൊട്ടിക്കോ. പക്ഷെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കരുത്. ഒരു അനുഗ്രഹം, ഒരു നന്മ ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് കാത്തിരിക്കരുത്. പൊട്ടിക്കോ, പൊട്ടിത്തെറിച്ചോ. എത്ര വേണമെങ്കിൽ സ്വതം പ്രവർത്തിച്ചോ, ദൈവം പ്രവർത്തിക്കത്തില്ല. കോപം വിട്ട് പിരിയണം. എന്ത് ചെയ്യണം? കോപം വിട്ട് പിരിയണം. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കത്തില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കത്തില്ല. പ്രിയ മക്കളെ, സ്വതം. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോപിക്കാം, ഒരു വിഷയമില്ല. പക്ഷെ കോപിച്ചാൽ ദൈവികമായ വാഗ്ദത്തങ്ങളെയോ ദൈവികമായ നന്മകളെയോ പ്രാപിക്കാൻ വേണ്ടി പിന്നത്തേത് കരയരുത്. പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഉപവാസം ക്രമീകരിക്കാൻ പറയരുത്. ഒരു കാര്യവുമില്ല. വിടേണ്ടത് വിടാൻ, വിട്ടുപിരിയേണ്ടത് വിട്ടുപിരിയാൻ. നമുക്ക് ഗുണമില്ലാത്തത്, നമുക്ക് നന്മ വരുത്താത്തത്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും കൊള്ളാത്തതായ ചില കോപ ശക്തികൾ, ചില പാപശക്തികൾ വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും കീരിയും പാമ്പുമാണ്. പിന്നെ മക്കൾ എങ്ങനെ നന്നാകും? വീട്ടിനകത്ത് സ്തോത്രം. നമ്മൾ ആരാ? യേശുവിൻ്റെ കുഞ്ഞാടുകളാ, അല്ലേ? നമ്മളെ കുഞ്ഞാടുകളാണോ? ആണോ? യഹോവ എൻ്റെ. അപ്പൊ ഇടയനാകണമെങ്കിൽ നമ്മൾ ആരാകണം? യഹോവ എൻ്റെ. അവിടെ സ്ലോവായത് കണ്ടോ? ശബ്ദം പോയത് കണ്ടോ? ഇതിനകത്തുണ്ട് ആൾക്കാര് മിദ്യാനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏറിയ വർഷത്തേക്കുള്ള കരാറാ. സ്തോത്രം. ആരുമായിട്ടാ? മിദ്യാനുമായിട്ടാ. എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുക. 5-10 വർഷമായിട്ട് മിദ്യാനുമായിട്ടാ. കോപിക്കുന്നവരുണ്ടെന്നേ. വിട്ടുകളയാമോ? ദേഷ്യം എവിടെ മുതൽ തുടങ്ങും? പെരുവിരൽ മുതൽ. എവിടെന്നാ? ചില ആളുകളൊക്കെ പറയും, എൻ്റെ പെരുവിരല് അവിടെ പെരുത്ത് കയറുകയാ. പ്രൈസ് ദി ലോർഡ്. എവിടെ വന്ന് അവസാനിക്കും? ചിലരുടെ മുടിക്ക് എന്ത് ചെയ്യും? എഴുന്നേറ്റിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താഴ്ത്തുനിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മുടിക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് എഴുന്നേറ്റിരിക്കും. പിന്നെ ഒരു സ്തോത്രം പറച്ചില്ല. ആ സമയത്ത് നമ്മൾ വചനം പറഞ്ഞാലോ, വചനത്തിനൊന്നും അവിടെ ഇടമുണ്ടാകത്തില്ല. മിദ്യാൻ. സ്തോത്രം. വിടാമോ? ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആരുടെയോ ജീവിതത്തിൽ തട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് പകലിലൊന്നും വിട്ടുപിരിയുവാൻ ഒരുക്കപ്പെടുന്നു എങ്കിൽ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു നന്മയുടെ നല്ല അംശം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിട്ടുകളയോ? തീരുമാനം എടുക്കോ? വീട്ടിൽ ചെന്ന മാറോ? അതാ പ്രശ്നം പാസേ. വീട് ആലയമായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായില്ല. വീട്
ആലയമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ വെച്ച് എന്തൊരു തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് പറഞ്ഞേ, എൻ്റെ വീട്ടിലെന്തോ, വീട്ടിനൊരു കുഴപ്പമില്ല കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വീട്ടിനൊരു കുഴപ്പമില്ല, നീയാ കുഴപ്പം. ഇവിടെ സ്വാതന്ത്ര്യമില്ല. എന്ത് പറയാൻ? മിദ്യാനെ ഇടം കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ല. മിദ്യാനെ അടക്കി വെച്ചിരിക്കുക. ഇവിടെ വീട്ടിലോ സ്വാതന്ത്ര്യമാ. മിദ്യാൻ എഴുന്നേക്കും. പ്രൈസ് ദി ലോർഡ്. അതാ കുഴപ്പം. അല്ലാതെ വീടിനല്ല കുഴപ്പം. വീട്ടിലെ സ്വാതന്ത്ര്യമാണോ കുഴപ്പം? വീടിനാണോ കുഴപ്പം? ഇല്ലെന്നേ, വീടിനല്ല കുഴപ്പം, വീട്ടിലെ സ്വാതന്ത്ര്യമാണ് കുഴപ്പം. അമേസ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അമേസ്തോത്രം. നന്മ പ്രാപിക്കാൻ പറ്റുന്നില്ല പാസ്റ്റേ, തൊടുന്നതെല്ലാം നഷ്ടമാണ്, തൊടുന്നതെല്ലാം പരാജയമാണ്. കഴിഞ്ഞ വർഷം എന്നോട് ആലോചന പറഞ്ഞതാണ്, ഏപ്രിൽ മാസത്തിൽ നന്മ വരത്തില്ല. നന്മ വരണമെങ്കിൽ വിടേണ്ടത് എന്ത് ചെയ്യണം? വിടണം. ഇന്ന് പകലിലൊന്ന് മടങ്ങി വാ. ആമെ തരേണ്ടത് തരും. ആമെ ഒന്നുമില്ലാത്തവളായി വെറും കാലപ്പുറക്കാൻ ആമെ സ്വന്തം ഇറങ്ങി തിരിച്ചവളാ ഇന്ന് കോടീശ്വരയായി മാറി. ആരാ? രൂത്തന്നെ. സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവളായി ഇറങ്ങി തിരിച്ചതാണ്. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും അപ്പനെയും അമ്മയെയും വിട്ട് ഇറങ്ങി തിരിച്ചവളാ പരിശുദ്ധ ദൈവം. ആ പട്ടണത്തിനുള്ളതിൽ വെച്ച് ധനികനായ ഒരു മനുഷ്യനുമായിട്ട് അവളെ അങ്ങ് യോജിപ്പിച്ചു. ആമേൻ. അപ്പൊ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ നടക്കുന്നതാ, ഇതൊക്കെ സംഭവിക്കുന്നതാ. പരിശുദ്ധ ദൈവം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുക ഇന്ന് പകലിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. അപ്പനെയോ അമ്മയെയോ ആമേ, സ്വതം ആമേ, ഇതാ നമ്മൾ വായിച്ചത്. പക്ഷെ എന്നെ കയറ്റി വിടുന്നത് കോപത്തിലേക്കാ കേട്ടോ. ആമേ, സ്വത കോപത്തിലേക്കാ. നീ ഒന്ന് വിട്ടു പിരിയണം. ഇന്ന് പകലില് ഒന്ന് മടങ്ങി വാ. എവിടെയാ നിന്നെ ആരാ ചതിക്കുന്നത്? അവൻ നിന്റെ കോപത്തെ നിനക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അമിശ്വത്തും 10, 30, 40 അല്ലെങ്കിൽ 20, 25 വർഷമായിട്ട് ആത്മീക എക്സ്പീരിയൻസ് ഉള്ള നിന്റെ ജീവിതത്തിൽ നിന്നെ വശീകരിക്കുന്നത് ആര്? നിന്റെ ഉപവാസമൊന്നും അതിനെ പിടിച്ചടക്കാൻ പറ്റുന്നില്ലയോ? നിന്റെ പ്രാർത്ഥനകളൊന്നും ഈ ശക്തി ഒതുക്കിക്കളയാൻ പറ്റുന്നില്ലയോ? അങ്ങനെയെങ്കിൽ നിന്റെ ദൈവത്തിന്റെ വലിപ്പം എത്രയാ? ആമേശ്വതം. നീ ആരാധിക്കുന്ന ദൈവം അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ? ഇന്ന് പകലൊന്ന് തിരിഞ്ഞു നോക്ക. നീ എത്ര സമയം ദൈവസ്ഥൽ ചിലവഴിക്കുന്നു? നീ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കാതുകളിൽ എത്തുന്നുണ്ടോ? ജീവിതത്തിൽ കിടക്കുന്ന കൊച്ചു വിഷയത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിന്നെ സ്വർഗത്തിലെ ദൈവം വലിയ കാര്യം ഏൽപ്പിക്കോ? പലരും പറയും, എനിക്ക് ശുശ്രൂഷിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കാൻ ആഗ്രഹമുണ്ട്. കൊച്ചു കാര്യം ആമേൻ. പൊങ്ങി വരുന്ന കോപത്തെ പോലെ അടക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് ഒരു ശുശ്രൂഷ ചെയ്യുന്നത്? നിന്നെ എങ്ങനെയാണ് ദൈവം ഒരു വേലക്കാരനാക്കി മാറ്റുന്നത്? ആമേൻ, സ്തോത്രം. അകത്തുളത്തിൽ ഒരുപാട് ആഗ്രഹമായിട്ടിരിക്കുന്ന ദൈവജനമേ, ചിലതിനോട് ഗുഡ് ബൈ പറയുവാൻ, ചിലതിനെ വിട്ടുപിരിയുവാൻ ഇന്ന് പകൽക്കാലം ഒരുക്കപ്പെടുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. ജീവിതത്തിൽ മാറ്റം വരുന്നതനുസരിച്ച് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതെത്ര തടസ്സങ്ങൾ ഉണ്ടായെന്നാലും, അതെത്ര ഭാരങ്ങൾ ഉണ്ടായെന്നാലും ദൈവം അതിനെല്ലാം തട്ടിമാറ്റി നിന്നെ നടത്തും. ഹല്ലേലൂയ. അപ്പൊ വീട്ടിലെന്തോ കുഴപ്പമുണ്ടെന്നാ പാസ്റ്റർ? വീട്ടിനകത്തിരുന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒന്ന് പറഞ്ഞേ. പ്രാർത്ഥിക്കാൻ ചർച്ചിലാണെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞേ. ചർച്ചിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് പാസ്റ്ററെ, വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് മാറ്റം വരാൻ പോവുക. വീട്ടിലിരുന്നും പ്രാർത്ഥിക്കാൻ പറ്റും. ചർച്ച പോലെ തന്നെ വീട്ടിലായാൽ മതി. ആമേ. ചർച്ചിൽ വരുമ്പോഴുള്ള സ്വഭാവമില്ലേ, ചില ആളുകൾ ഈ ഡോറ് തുറന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് കുനിഞ്ഞു പോകും. താഴ്മ. ആമേൻ. ഈ കോമ്പൗണ്ടിലേക്ക് കാല് വെക്കുമ്പോൾ ഹൃദയം താഴും. ഇതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോഴും എന്ത് ചെയ്താൽ മതി? ഒന്ന് പറഞ്ഞേ. ഇതുപോലെ വീട്ടിലേക്ക് കയറുമ്പോഴും താഴ്മയുള്ള ഒരു ഹൃദയം ധരിച്ചുകൊണ്ട് കയറിക്കുന്ന പ്രശ്നം തീർന്നു. ആമേൻ. പിന്നെ ശബ്ദം ഉയരോ? കോപിക്കോ? പ്രൈസല്ലോ. ആലയത്തിൽ ആരാധന കഴിഞ്ഞ് എന്ന ആഹാരത്തിന് അമസ്വത കൊടുക്കുന്ന ആഹാരത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് മതി. ഇവിടെ പ്രാപിച്ചതെല്ലാം അവിടെ പോകും, മിഥ്യം കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഇന്ന് വിട്ടുപിരിഞ്ഞേക്കണം. എന്തോ ഒരു നന്മ
ആരുടെയോ ജീവിതത്തിൽ പല തവണകളായിട്ട് മാറ്റപ്പെട്ടു പോകുന്നുണ്ട്. ഏതോ ഒരു അനുഗ്രഹം, നീ ചെയ്യുന്നതൊന്നും സക്സസ് ആകുന്നില്ല. നിനക്ക് കഴിവില്ലാത്ത വ്യക്തിത്വമല്ല, നിനക്ക് ഒത്തിരി കഴിവുകളുണ്ട്, തികവുകളുണ്ട്. പക്ഷെ നീ ചെയ്യുന്നതൊന്നും സക്സസ് ആകുന്നില്ല. എല്ലാത്തിലും പരാജയമാ. എൻ്റെ കുഞ്ഞ്, നിന്റെ കുഴപ്പമല്ല. നിന്റെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടാതെ വണ്ണം മറഞ്ഞു കിടക്കുന്ന ഒരു പാപക്കുഴപ്പം, ഒരു കോപത്തിന്റെ കുഴപ്പം, ഇരുമനസ്സ് ഒന്ന് വിട്ടുപിരിയണം. ആമേൻ. യാക്കോബ് എഴുതിയ ലേഖനം പറയുന്നു, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. ഇവിടെ തീരുമാനമെടുക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ മാറും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തീരുമാനമെടുക്കും, അത് പകല് മാറും. ആമേൻ. സ്വതം ഒരു മനസ്സിൽ ഉറക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ പറയുന്നുണ്ട്, ഇത് എൻ്റെ ജീവിതമാണല്ലോ പാസ്റ്റർ പറയുന്നത്. ആമേൻ. ഞാനും ഇതേ തലത്തിൽ തന്നെയാ കടന്നു പോകുന്നത്. അതെ, നിന്നെ കൊണ്ടുകൊണ്ടാ കഴിഞ്ഞ ദിവസങ്ങളിൽ നീറുന്ന വേദനയുമായിട്ട് മുഴങ്കാൽ മടക്കി നീ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ കർത്താവ് ഒരു മാറ്റം വരാ? അതിന്റെ മറുപടിയാ. ആമേൻ. ഒന്ന് മടങ്ങി വരാമോ? വിട്ടുപിരിയാമോ പ്രിയ മക്കളെ? ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. പലതും തടസ്സപ്പെട്ട് കിടക്കുകയാ, ബ്ലോക്കായി കിടക്കുകയാ. ഇന്ന് തുറക്കുന്ന താക്കോലുമായിട്ട് സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിനകത്തളത്തിൽ കിടക്കുന്ന ചില ഇടർച്ചകളെ എടുത്തു മാറ്റിക്കൊണ്ട് ചെയ്യുന്നതല്ല പരാജയപ്പെട്ടു പോകുന്നത് വിജയമാക്കി തീർക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്കും കുടുംബത്തിനും വേണ്ടി ഇന്ന് പകല് അത് തുറക്കാൻ പോകുകയാ. പരിശുദ്ധ ദൈവത്തിന്റെ കരം. ആമേൻ. ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിട്ടുകളയേണ്ടത് വിട്ടുപിരിയണം കേട്ടോ. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറുകയാ. അമിസ്തോത്രം. ഹല്ലേലൂയ. രൂപത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവള് അമിസ്തോത്രം എന്തെല്ലാം വിട്ടു? അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, സ്വന്തക്കാരെ വിട്ടു, സ്വന്തം ബന്ധം എല്ലാം വിട്ടു. അവൻ എവിടേക്ക് വരിക? അമിസ്തോത്രം അമ്മായി അമ്മയോടൊപ്പം. ആരോടൊപ്പമാ? അവിടത്തിന് കിട്ടുപൊട്ടി അല്ലേ, അല്ലേ? അമ്മായി അമ്മയോടൊപ്പം എവിടെ വരികയാ? ബെത്ലഹേമിലേക്ക് വരികയാ. അമ്മായിയമ്മയുടെ കരത്തിൽ പിടിച്ച് അവർ രണ്ടുപേരും വരിക. ഇവിടെ അമ്മായിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറക്കാൻ എന്ത് ചെയ്യട്ടെ? പോയിക്കോട്ടെ. ഇന്ന് തയ്യാറാണോ പ്രിയ മക്കളെ? ഹല്ലേലൂയ. കൊയ്യാനല്ല, കൊയ്യാൻ ആയുധമില്ല, കൊയ്യാൻ പാടവുമില്ല. പറക്കാലോ, പറക്കാലോ. ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കാലോ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പാസ്റ്ററെ പോലെ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. സ്തോത്രം. പാട്ടുപാടാനും അറിയത്തില്ല. കുഴപ്പമില്ലെന്നേ. ഒരു ട്രാക്റ്റ് കൊടുക്കാലോ. യേശു നല്ലവനാണെന്ന് പറയാൻ അറിയാലോ. യേശു ആരാ? മതി, മതി. കാല പറക്കാൻ, എഴുന്നേൽക്കാൻ നീ ഇന്ന് പകലിൽ ഒന്ന് ഒരുക്കപ്പെട്ട മാത്രം മതി പ്രിയ മക്കളെ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. പറക്കാൻ എഴുന്നേൽക്കുമ്പോൾ വലിച്ചിട്ട് തരുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. വിട്ടു പിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയിരിക്കുന്ന ദൈവ പൈതലെ, പിന്നത്തേതിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നന്മകൾ സ്വർഗത്തിലെ ദൈവമാ തരുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. രൂത്തിന്റെ പുസ്തകം. എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. രണ്ടുപേർക്കും വേറെ നിവർത്തിയില്ല പ്രിയ മക്കളെ. പെറുക്കി കഴിക്കണം. പെറുക്കാൻ പോയിക്കോട്ടെ. കൊയ്യാൻ ചിലപ്പോൾ ആരും കൊണ്ടുപോകത്തില്ല. കൊയ്യാൻ ശ്രമിക്കണ്ട പ്രിയ മക്കളെ. നമ്മുടെ അകത്ത് ഒരു ചിന്തയുണ്ട്, എന്നെ ആരാ സ്വതം ഒന്ന് എഴുന്നേൽപ്പിക്കുന്നത്? എന്നെ ആരാ? നീ തയ്യാറാകണം, നീ ഒരുങ്ങണം. അവിടെയാ ദൈവപ്രവൃത്തി. സ്തോത്രം. ഹല്ലേലൂയ. നീ സ്റ്റെപ്പ് വെക്കുമ്പോ ഇവള് ചോദിക്കുകയാണ്, ഞാനൊന്ന് പറക്കാൻ പോയിക്കൊള്ളട്ടെ. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായി കറ്റകളിൽ നിന്ന് പെറുക്കേണ്ടതിനായി അവൾക്ക് കറ്റകളുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തേക്കണം? വലിച്ചിട്ട് കൊടുത്തേക്കണം.
ആമേൻ സ്തോത്രം വലിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. നിന്റെ അധ്വാനം കൊണ്ടൊന്നും അല്ല. ആമേൻ സ്തോത്രം 24 മണിക്കൂർ നടുവൊടിഞ്ഞ് പണിയെടുത്ത് ആമേൻ സ്തോത്രം ജീവിക്കാനല്ല, മറിച്ച് ആമേൻ പുറക്കാൻ നീ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തെ കണ്ടുകൊണ്ട് പരിശുദ്ധ ദൈവം ചിലതിനോട് കൽപ്പിക്കും. അവനെ ഉപദ്രവിക്കരുത്, അവളെ ഉപദ്രവിക്കരുത്, ആവശ്യത്തിനുള്ളത് വലിച്ചിട്ട് കൊടുത്തേക്കണം. ആമേൻ. തന്റെ ഭക്തന്മാർക്കും അവൻ എന്ത് ചെയ്യും? ഉറക്കത്തിൽ അനുഗ്രഹം കൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ മക്കളെ, കണക്ക് കൂട്ടിക്കഴിഞ്ഞ എവിടെയെങ്കിലും ആമേ എത്തുമോ? ഒരു കൂലിപ്പണിക്കാരന്റെ കൂലി ഇന്ന് വെച്ച് കൂട്ടി നോക്കിക്കോ. നിങ്ങൾ 70 വയസ്സ് വരെ ആരോഗ്യവാനായിരുന്ന് അധ്വാനിച്ചാൽ പോലും ആമേശ്വരം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു പദ്ധതിയും നടക്കത്തില്ല. ഇത് മനുഷ്യന്റെ കണക്കൂട്ടിൽ നടക്കുന്നതല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ സമഗ്രമായ പദ്ധതിയാണ്. കണക്കൂട്ടിയാൽ നടക്കാത്തത്, കണക്കെങ്ങുമെങ്ങും എത്താതെ പോകുമ്പോൾ നിന്നെ കുറിച്ച് പ്ലാനും പദ്ധതികളും ഒരുക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നത്, പുറക്കാൻ നീ ഇറങ്ങുന്നു എങ്കിൽ നടത്താൻ അവൻ ശക്തനാ. ആമേൻ. സ്വതം ഇതുവരെയും നടത്തിയില്ലേ? ഇതുവരെയും സൂക്ഷിച്ചില്ലേ? മേലാലും നടത്താൻ ദൈവം ശക്തനാ. പ്രിയ മക്കളെ, ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്? ആമേൻ സ്വതം വിചാരപ്പെടരുത്. ആമേൻ നടത്തിപ്പുകാരനായിരിക്കുന്ന കർത്താവിന്റെ കരം, ആമേൻ നടന്ന് നീങ്ങിയ വഴികൾ, നടന്ന് ആമേൻ കയറിയ മേഖലകൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നടത്തിയതും നിലനിർത്തിയതും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. അന്തര ജഗൽക്കട രഹസ്യ ആമേൻ ഒന്ന് പിന്നാമ്പുറത്തേക്ക് എന്റെ ദാസി ഒന്ന് ചിന്തിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, നടന്നുപോയ വഴികൾ പലപ്പോഴും ഭയം തോന്നുന്ന വിധങ്ങളാണ്. എന്നാൽ അവിടെയെല്ലാം സൂക്ഷിച്ചില്ലേ? അവിടെയെല്ലാം കരുതിയില്ലേ? ഒരു മനുഷ്യന്റെ മുമ്പിലും തല കുനിച്ച് നിൽക്കാൻ ഇടയില്ലാതെ വണ്ണം കർത്താവ് കരം പിടിച്ച് നടത്തിയില്ലേ? അവൻ മേലാലും നടത്തുവാൻ ശക്തനെന്ന് ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താഴ്ന്നിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവെന്ന് പകലിൽ ഇടപെടുകയാണ്. ഞാൻ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല, ഞാൻ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. പ്രാർത്ഥിച്ചോ? ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അവൻ സ്വതം ഒരുവന്റെ വഴികളിൽ അവന് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ എന്ത് ചെയ്യും? അവൻ സ്ഥിരമാക്കും. ഹല്ലേലൂയ. അവൻ ഇവിടെ വന്നിട്ടുണ്ട് പ്രിയ മക്കളെ. അവന്റെ കരമാണ് നമ്മുടെ മേൽ ചലിക്കുന്നത്. ഇവളോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഇവള് പറക്കാൻ എഴുന്നേക്കാമോ? ഇന്ന് പകലിലൊന്ന് എഴുന്നേക്കാമോ? ഇരിപ്പ് വേണം. കസേരന്ന് എഴുന്നേക്കാനല്ല, ആത്മാവിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഒന്ന് എഴുന്നേക്കാൻ കഴിയോ? ഈ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? എഴുന്നേറ്റ് എന്ത് ചെയ്യുക? നിന്റെ പ്രകാശം എന്ത് ചെയ്തിരിക്കുന്നു? സ്തോത്രം ഹല്ലേലൂയ. അറിഞ്ഞിട്ടില്ല ആള്. ആമേൻ. ഈ ബോർഡ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്, ആളറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുകയായിരുന്നു, ഈ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ സ്കൂളിനകത്ത് 2 ജനലപ്പാളി തുറന്നിട്ട് അകത്ത് എന്ത് എഴുതി വെച്ചിട്ടുണ്ടാവും? ഒരുപാട് കുട്ടികളുടെ പേര്, അല്ലേ? ആമേൻ സ്തോത്രം. ABCD ഇങ്ങനെ ഉള്ള ഡിവിഷൻ കൊടുത്തിട്ട് നമ്മൾ എത്ര നോക്കിയെന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ആമേൻ കാണൂല. 2-3 പ്രാവശ്യമൊക്കെ വന്ന് എന്ത് ചെയ്യും? നോക്കും. ഒരു പ്രാവശ്യം നോക്കി കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വേറെ കുട്ടികൾ, എടാ നിന്റെ പേരില്ലേ? പിന്നെയും ചെന്ന് എന്ത് ചെയ്യും? ഒന്നും കൂടി നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിരുന്നൊരു കാലം, അല്ലേ? റിസൾട്ട് നോക്കാൻ ചില ആളുകൾ പോകാറില്ല, റിസൾട്ട് നോക്കാൻ എന്ത് ചെയ്യാറില്ല, പോകാറില്ല. അതുപോലെ പേടിയാ. നമസ്തോത്രം. ഞാൻ ഈ വിഷയം സംസാരിച്ചത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ അല്ലിടും. ലിസ്റ്റിൽ പേരുണ്ടോ? ആമേ. ലിസ്റ്റിൽ പേര് വീഴാതെ വേറെ എല്ലാ സ്ഥലത്തും പേര് വേണ്ട കാര്യമില്ല. ആമേൻ സ്തോത്രം. ഇവിടെ ഞാൻ ആ വിഷയം വിടുകയാ. ഇവിടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചേ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ആളറിഞ്ഞിട്ടില്ല എന്ത് വന്നത്. ചിലരൊക്കെ ഇന്ന് രാവിലെ എത്ര പേരെ വിളിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എടാ എഴുന്നേക്കടാ, ഞായറാഴ്ചയാണ്, മീറ്റിങ്ങിന് പോകണ്ടേ, ആരാധനക്ക് പോകണ്ടേ. ഇന്ന് സൺഡേ ആയിരുന്നോ? സൺഡേ ആണ്, മൺഡേ ആണ്, ട്യൂസ്ഡേ ആണ്, വെനസ്ഡേ ആണ്, ആരറിയണം. ഇങ്ങനെ പോകുകയാ. ഏതെങ്കിലും ഒരു ദിവസം കാതിൽ വീഴുന്ന വിളിയാണ് ഇന്ന് സൺഡേ ആണെന്ന് എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. ഇന്ന് ഞായറാഴ്ചയാണോ? എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഉടിപ്പിച്ചൊക്കെയാ ചിലതിനെ കൊണ്ടുവരുന്നത്. അറിഞ്ഞിട്ടില്ല.
ആമേ എൻ്റെ കൊച്ചേ നേരം വെളുത്തു. നേരം വെളുത്തോ? അതെ, എഴുന്നേറ്റ് നീ എന്ത് ചെയ്യുക? ആ പ്രകാശം തേട സൂര്യൻ ഉദിച്ച് ആമേ സ്തോത്രം വീട്ടിനകത്തെത്തിയിരിക്കുക. അറിഞ്ഞിട്ടില്ല, അന്ധതമസിലും കൂരിരുട്ടിലുമാ. ആമേ സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവം. ഒരൊറ്റ വിഷയം. ആമേ വേഗത്തിൽ പോകാം. ആമേ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യം വേഗത്തിൽ നിർത്തേ. ഓ റിഗാനഗസ്യാന്തര. എലീശ അത് കണ്ടിട്ട് എൻ്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. ആരെ കണ്ടില്ല? ഏലിയാവിനെ കണ്ടില്ല. ഇവർ തമ്മിൽ അവ്യക്തമായൊരു ബന്ധമായിരുന്നു. ആര് തമ്മില്? ഏലീശയും ഏലിയാവും തമ്മിൽ. ഇവനെ പാലക്കുറി ഒഴിവാക്കാൻ വേണ്ടി ഏലിയാവ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബേഥേലിൽ കൊണ്ടുപോയിട്ടും പറഞ്ഞു, നീ ഇനി ഇവിടുന്നോ, അന്ന് നീ എൻ്റെ കൂടെ വരണ്ട, ഞാൻ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങട്ടെ ഏലീശേ. ആമേ സ്തോത്രം, നീ എൻ്റെ കൂടെ വരണ്ട. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഞങ്ങൾ ഫോർട്ടോച്ചി ചർച്ചിലായിരിക്കുന്ന സമയത്ത് ഇവിടെ പുതുവൈപ്പുള്ള റിജീഷ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആമേ സ്തോത്രം ഒരു പയ്യനുണ്ടായിരുന്നു. ഇന്ന് ആമേ സ്തോത്രം മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷയിലാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അന്ന് ഈ ദൈവ വേലയിലേക്ക് ഇറങ്ങാനുള്ളൊരു തീക്ഷ്ണത വന്ന സമയത്ത് പാസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് പോകത്തില്ല. കൂടാതെ നമ്മുടെ ഡിൽഫം പാസ്റ്റർ, ആമേ സ്തോത്രം, ഡിൽഫം പാസ്റ്ററും പാസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ പാസ്റ്ററിൻ്റെ വീട്ടിൽ നിൽക്കുന്ന വേറെയും ചില ആളുകളുണ്ട്. അജീഷ് പാസ്റ്ററിൻ്റെ ആമേ സ്തോത്രം പെങ്ങളുടെ മകനാ, ചേട്ടൻ്റെ മകനാ. ആമേ സ്തോത്രം. ഇവരെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും, എൻ്റെ മോനെ ഇവന്മാർ വീട്ടിൽ നിന്ന് പോകത്തില്ല, രാവിലെ വരും. ആമേ സ്തോത്രം. മനുഷ്യന് കഴിക്കാനായിട്ട് അല്പം ബ്രേക്ക്ഫാസ്റ്റേ ഉണ്ടാകത്തുള്ളൂ. ആമേ സ്തോത്രത്തെ എല്ലാത്തിനും കൂടി പങ്കുവെച്ച് കൊടുക്കും. ഇവന്മാരോട് ഞാൻ പറയാറുണ്ട്, ദേഷ്യത്തിൽ പറയുന്നതല്ല, സ്നേഹത്തിൽ പറയുന്നതാ. ഇവന്മാരോട് ഞാൻ പറയാറുണ്ട്, എടാ ഞങ്ങളൊന്ന് സന്തോഷത്തോടെ കുറച്ച് സംസാരങ്ങളിൽ സംസാരിച്ചോട്ടെ, ഒന്ന് പോയി തരാമോ? പോകത്തില്ല. ആമേ സ്തോത്രം. അന്ന് പോകാതെ പറ്റി നിന്നവരെല്ലാം ഇന്ന് ശുശ്രൂഷകന്മാരാണെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ആമേ സ്തോത്രം പോകത്തില്ല, വീട്ടിൽ തന്നെയാ. ആമേ സ്തോത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമേ ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകും. ആമേ സ്തോത്രം. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ആമേ സ്തോത്രം. ഇതുപോലെ തന്നെ ഈ ആമേ ഏലിയാവിന് വേറെ പ്രവാചകന്മാരുണ്ടോ? ശിഷ്യന്മാരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഏലിയാവിന് ഇഷ്ടം പോലെ പ്രവാചക ശിഷ്യന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരുത്തനാണ് എലീശ. അപ്പൊ ഇവൻ എന്ത് ചെയ്യത്തില്ല? ഇവൻ വീട്ടിൽ പോകത്തില്ല. ഇവൻ ഏതു സമയത്ത് ഏലിയാവിൻ്റെ കൂടെ നടക്കും. പിന്നത്തേതിൽ ഇവന് പേര് ലഭിച്ചത് എങ്ങനെയെന്നറിയാമോ? ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകനായിരിക്കുന്ന ഏലീശ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പേര് വന്നത് എങ്ങനെയാ? ഏത് സമയത്തും ആമേ സ്തോത്രം. ഏലിയാവ് ആമേ സ്തോത്രം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്യുന്ന നേരെ കണ്ണൂർ നോക്കുമ്പോൾ ഒരു കിണ്ടി വെള്ളം ഇട്ട് ആര് ഇപ്പം ഉണ്ടാവും? ആമേ സ്തോത്രം. ഏലീശ നിൽക്കുന്നുണ്ടാവും. കൈ കാണിച്ചാൽ മതി. ആമേ കൈ കഴുകി മുഖം തുടച്ച് ആമേ സ്തോത്രം അവിടെ വന്നിരിക്കും. എന്തെല്ലാം വേണമോ അതെല്ലാം ഒരുക്കി കൊടുത്ത് നടത്താൻ ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പിന്നാമ്പുറത്ത് തന്നെ ഒരുത്തൻ. ഇവൻ തീഷ്ണതയുള്ളവനാ. ഇവൻ മടി പിടിച്ച് കിടന്ന് ഉറങ്ങുന്നവനല്ല. ആമേ സ്തോത്രം. ഈ ഏലീശ എന്ന് പറയുന്നത് ആമേ സ്തോത്രം ഒന്ന് ചിന്തിച്ചോളണം. ഏലിയാവ് ഇവനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ 12 കാളയെ പൂട്ടി ഒഴിവിക്കുന്നവനാ. ആമേ സ്തോത്രം. അവൻ ഏലിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ടാകും, ഞാൻ വിശ്വസിക്കുകയാ. ഞാനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, ഞാനിത് ശീലിച്ചിട്ടില്ല. പ്രഭാതയാമത്തിൽ ഉണരുന്ന ഞാൻ ആമേ സ്തോത്രം പാതിരാത്രിയെ ഞാൻ വീട്ടിൽ കയറത്തുള്ളൂ. അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നവനാ. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, ഞാൻ പ്രവർത്തിക്കും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ നാമത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. ആമേ സ്തോത്രം. അങ്ങനെ ഇവർ രണ്ടുപേരും യോർദാൻ കടന്നുപോയി. ആമേ സ്തോത്രം. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏലിയാവ് ഇവനിൽ നിന്ന് എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. ഏലിയാവ് ഇവനിൽ നിന്ന് എടുക്കപ്പെട്ടു. ഇവന്റെ വസ്ത്രം അങ്ങ് പിടിച്ച കീറി. ആമേ സ്തോത്രം. എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് കരയുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവന്റെ മേലില് ഒരു പുതപ്പ് വന്ന് വീണു. ആരുടെ മേല്? എലീശയുടെ മേല്. ചോദിച്ചത് കിട്ടിയില്ല. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അത് പറഞ്ഞ് കൊടുത്ത എഗ്രിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ ഏലിയാവ് പോയി. എലീശയുടെ ചിന്ത ഇതായിരിക്കും, പോകുന്നതിന് മുമ്പ് കരത്തിലൊന്ന് പിടിച്ച് ഇതാ എൻ്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് നീ പ്രാപിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏലിയാവ് കടന്നു പോകുമെന്നായിരുന്നു എലീശയുടെ ചിന്ത. പ്രതീക്ഷകൾക്കപ്പുറമായി
ചുഴലിക്കാറ്റ് ആമേശ്വതം അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി അവനെ അങ്ങ് എടുത്തുകൊണ്ടുപോയി. ആമേ എലീശ ആമേ പൊട്ടിക്കരയുകയാണ്. ആമേ സ്വതം ചോദിച്ചത് ലഭിച്ചില്ല എന്ന് കരുതിക്കൊണ്ട, പക്ഷേ ഒരു പുതപ്പ് വന്ന് വീണു. ആമേ ഒരു പുതപ്പ് വന്ന് വീണു. ആമേ സ്വതം താഴേക്കൊന്ന് വായിച്ചേ. പിന്നെ അവൻ ഏലിയാവിന്റെ മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ എന്ത് ചെയ്തു? നിന്നു. യോർദാൻ അരികെ നിൽക്കുകയാ. ഇന്ന് നമ്മൾ ഓരോരുത്തരും പലരും എന്ത് കിടക്കുന്നുണ്ട്? ഇനി യേശു വന്ന് ചിലരെയൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് ആമേ സ്തോത്രം ആമേ സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഒരുക്കണം എന്നുള്ള ചിന്തയുണ്ടോ? ഇല്ലെന്നേ. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നപ്പോഴേ ഒരു പുതപ്പ് കിടക്കുന്നുണ്ട്. എന്താ? അമസ്വത്ത് പോകുക, എൻ്റെ നാമത്തെ അറിയിക്കുക. ഹല്ലേലൂയ. അമസ്വത്ത് നമ്മൾ പോകത്തില്ല, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. പാസ്റ്റർ എന്താ പറഞ്ഞത്? ഇവിടെ ഏതെങ്കിലും ഒരു സാഹചര്യം ഒരുക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം. എവിടെ? ഇവിടെ. അമസ്വത്രം ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു മൈക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകത്തില്ല. അമേസ്തോത്രം. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കണം. നീ എഴുന്നേൽക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇവൻ വന്ന് പുതപ്പും എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാ. ആമേശ്വതം മണിക്കൂറുകൾ കഴിഞ്ഞു. ആമേശ്വതം ഒന്നും സംഭവിക്കുന്നില്ല. അവന് മനസ്സിലായി ഈ പുതപ്പ് ആമേ ശരീരത്തിൽ പുതക്കാനുള്ളതല്ല, ഇത് ചില പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. ആമേശ്വതം ഹല്ലേലൂയ. അവന്റെ തോളിൽ കിടക്കുന്ന പുതപ്പെടുത്തുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന യോർദാൻ അവൻ അടിച്ചു. ആമേ ഏലിയാവിന്റെ ദൈവം എവിടെ? ഇന്ന് പകലിൽ പ്രിയമക്കളെ, ചിലതിന്റെ മേൽ പുതപ്പ് കിടക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നിനക്കൊന്ന് എഴുന്നേൽക്കാൻ കഴിയോ? സർവശക്തനായ ദൈവം നിനക്ക് മുമ്പാകെ നിൽക്കുന്ന യോർദാനെ വിഭാഗിച്ചുകൊണ്ട് അക്കരെ കടത്തുവാൻ അവൻ ശക്തനാ. ആമേൻ. എന്താ സംഭവിച്ചെന്നറിയാമോ? മുമ്പിൽ മാറുകയില്ല എന്ന് വാദിച്ചുകൊണ്ട് നിന്ന ഒരു വലിയ നദി, ഒരു വലിയ യോർദാൻ അന്ന് പിളർന്ന് മാറാനിടയായി തീർന്നു. നിനക്ക് മുമ്പാകെ നിൽക്കുന്ന ഭാരം, നിനക്ക് മുമ്പാകെ നിൽക്കുന്ന പ്രയാസം, നിനക്ക് മുമ്പാകെ നിൽക്കുന്ന വേദന, നിനക്ക് മുമ്പാകെ നിൽക്കുന്ന സാമ്പത്തികമായ ക്ലേശം, സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം അതിനെ അഴിച്ച് പീഡിക്കുകയാ. പക്ഷെ നീ എന്ത് ചെയ്യണം? എഴുന്നേക്കണം. ഇവളെ എഴുന്നേറ്റപ്പോ ആമേ ഓർഡർ കിട്ടിയിരിക്കുന്ന സ്വതം പാടത്തിന്റെ സ്ഥലത്തിന്റെ വയലിന്റെ ഉടമസ്ഥ പറയുന്നത് അവളെ ശകാരിക്കരുത്. എന്ത് ചെയ്തേക്കണം? വലിച്ചിട്ട് കൊടുത്തേക്കണം. എഴുന്നേറ്റപ്പോഴല്ലേ ആമേ സ്തോത്രം ഹല്ലേലൂയ. ആ ഇരിപ്പ് അവിടെ ഇരിക്കുകയാണെങ്കിലോ ഒന്നും ലഭിക്കത്തില്ല. എഴുന്നേൽക്കാമോ? പുതപ്പെടുത്തൊന്ന് അടിക്കാമോ? നിനക്ക് മുമ്പാകെ നിൽക്കുന്ന യോർദാൻ ആയിക്കൊള്ളട്ടെ, ചെങ്കടലായിക്കൊള്ളട്ടെ, തീച്ചുളയായിക്കൊള്ളട്ടെ, അതിന്റെ അകത്തളത്തിലൂടെ അക്കരെ കടത്താൻ കഴിവുള്ള ഒരു ദൈവം സ്വതന്ത്രം പകരം നമ്മുടെ മധ്യയുള്ള പ്രിയമക്കളെ ഭാരങ്ങൾ മാറ്റുന്ന ദിവസമാ, പ്രയാസങ്ങൾ മാറ്റുന്ന ദിവസമാ. എഴുന്നേൽക്കാൻ കഴിയുമോ? ആമേൻ. സ്തോത്രം. എഴുന്നേൽക്കാൻ കഴിയുമോ? 15 വാക്യം. സ്തോത്രം. 2-ാമത്തെ രൂത്തിന്റെ പുസ്തകം, രൂത്ത് 2:15. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ രൂത്തേ ആമേശ്വതം ഇന്ന് ആമേശ്വത പകലിൽ നിന്റെ കരം കാലിയായിരിക്കാം, നിന്റെ മാവ് കുഴക്കുന്ന തൊട്ടിക്കലം കാലിയായിരിക്കാം. നിന്റെ ചിന്തകൾക്കകത്തളത്തിൽ 1% പോലെ പ്രതീക്ഷ അറ്റുപോയി കിടക്കുന്ന സമയമായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, നിനക്കൊന്ന് എഴുന്നേൽക്കാമോ? ആമേശ്വത വലിച്ചിട്ട് തരുവാൻ കൽപ്പിക്കുന്നൊരുത്തൻ അവിടെയുണ്ട്. നിശ്ചയമായിട്ടുള്ള ശൂന്യതകളെ മാറ്റിക്കൊണ്ട് നിന്നെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാ. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യട്ടെ? പെറുക്കിക്കൊള്ളട്ടെ. അവളെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവളെ പറക്കി എടുത്തു. പ്രിയമക്കളെ, ഒരു പറ യവം അന്ന് അവൾക്ക് ലഭിച്ചു. ചെറിയ കാര്യമല്ല. ഒന്നുമില്ലാത്തവളായി സകലതിനെയും വിട്ട, സകല ദൈവങ്ങളെയും വിട്ട
അവളെ ചാർച്ചക്കാരെ വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട്, അപ്പനും അമ്മനെയും വിട്ട് ഇറങ്ങി വന്നവളാ. ആമേൻ. കയറി ചെന്നപ്പോ ഒരു പറ യവമുണ്ട്. അമ്മായിയമ്മ ചോദിച്ചു, നീ എവിടെയാ പോയത്? അയ്യോ, ഒരു നല്ല മനുഷ്യൻ്റെ അടുക്കലാ പോയത്. എന്നോട് കരുണ കാണിച്ചു. കരുണ കാണിക്കുന്നൊരു ദൈവം എവിടെയാ വന്നിരിക്കുന്നത്? കരുണ കാണിക്കുന്നവന്റെ മുമ്പിലാ, ദയ കാണിക്കുന്നവന്റെ മുമ്പിലാ. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവന്റെ ഇത് ആര് പറയുകയാണെന്നറിയോ? ബോവസ് പറയുക. ഞാൻ എൻ്റെ സമയം ആകുന്നതുകൊണ്ട് വേഗത്തിൽ പോകുക. മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികൾ. മരിച്ചവന്റെ പേർ ജീവനോടെ ഇരുന്നപ്പോൾ അറിയാത്തതിലും കോടാനുകോടി ജനമാണ് ആമേ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആമേ തകർക്കപ്പെട്ടപ്പോൾ ഇന്ന് ലോകത്തിന്റെ മേഖലകളിൽ എവിടെയും പ്രസിദ്ധമായിരിക്കുന്ന പ്രിയമക്കളെ, മരിക്കുന്നതിന് മുമ്പ് ആമേ കുറച്ച് ജനം അറിഞ്ഞിരുന്നെങ്കിൽ മരിച്ചതിന് ശേഷം അറിയുന്നത് നമ്മുടെ അവകാശത്തിന്റെ പേരിലേക്ക് അവന്റെ പേരവിടെ എഴുതി ചേർത്തു. ഒരവകാശത്തിലേക്ക് അമേശ്വതം നമ്മളെ എല്ലാം പിടിച്ചെടുക്കാൻ ഇടയായിത്തീർന്നു. അമേശ്വതം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അമേശ്വതം ഇന്ന് പകലില് ഒന്ന് മടങ്ങാമോ? അവനാ വിളിച്ചിരിക്കുന്നത്. അവന്റെ നാമം നിമിത്തം എന്തേലും വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 മടങ്ങ് മടക്കി തരാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ഒരു യേശുവിന്റെ മുമ്പാകെയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഒരവകാശം അവന്റെ ജീവൻ നിനക്കായി തരിക, മടക്കി പിടിക്കുകയാ. ആമേൻ. സ്തോത്രം. മരിച്ചവൻ ഹല്ലേലൂയ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ആമേൻ. സ്തോത്രം. അവന്റെ അവകാശത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? പ്രവേശിച്ചു. അവൻ മരിച്ചത് കൊണ്ട് ഇന്ന് നാം ഓരോരുത്തരും ജീവനോടെ ഇരിക്കുന്നത്. അവൻ മരിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അവൻ മരിച്ചത് കൊണ്ട് പാപം മോചിക്കപ്പെട്ടത്. അവൻ മരിച്ചത് കൊണ്ട് രോഗം നീങ്ങിയത്. അവൻ നീക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നത്. ആമേൻ. അവന്റെ പേരിൽ അറിയപ്പെടുന്നത്. ആമേൻ. സ്വന്തം ആരുടെ പേരിൽ അറിയപ്പെടും? ഇതുപോലെ അറിയപ്പെടുന്ന വേറൊരു ദൈവമില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നും അവന്റെ പേര് ആമേൻ പ്രശസ്തിയിലേക്ക്, ഉയരങ്ങളിലേക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തലത്തെ പരിശുദ്ധ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ദൈവം അവന്റെ നാമത്തെ ഏറ്റവും അധികം ഉയർത്തി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്ങാൻ. സ്തോത്രം. ഇവൾക്ക് ഒരു അവകാശം നഷ്ടപ്പെട്ടു പോയതാ. പക്ഷേ ബോവസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം കൂട്ടിച്ചേർത്തു. കുറവുകൾ നികത്താൻ കഴിവുള്ളൊരുത്തനെ ദൈവം യോജിപ്പിച്ചു. ആമേശ്വത കുറവുകൾ നികത്തി തരുവാൻ. ആമേ കഴിഞ്ഞ കാലങ്ങളിൽ പാരമ്പര്യം കൊണ്ട് ആശ്രയിച്ച് കടന്നുപോയ നമ്മുടെ ജീവിതത്തിൽ ആമേശ്വത പല പോരായ്മകൾ, കുറവുകളൊക്കെ ഉണ്ടായിരുന്നു പ്രിയമക്കളെ. നികത്തി തരുവാൻ അവനെ തന്നു. ആരെ? അവന്റെ പുത്രനാകുന്ന യേശുവിനെ. അവന്റെ പുത്രനാകുന്ന യേശുവിനെ അവകാശമായി തന്നു. അമേശ്വതം മരിച്ചവന്റെ പേരിൽ അമേശ്വത ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. യേശുവിന്റെ രക്തം സകല പാപവും പോറ്റി നമ്മെ ശുദ്ധീകരിക്കുന്നു. അമേശ്വതം ആ ഒരു ശുദ്ധീകരണം പ്രാപിച്ചത് കൊണ്ട് ഇന്ന് പകലിൽ വരുന്ന സത്യത്തിലെ ആത്മാവിൽ അവൻ ആരാധിക്കുന്നത്. അവന്റെ രക്തത്തിന് ജീവനുണ്ട്, അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്, അവന്റെ നാമത്തിന് ജീവനുണ്ട്, അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇവിടെ ഒരു വീണ്ടെടുപ്പ് നടക്കുകയാ. അമേശ്വത പട്ടണക്കാരുടെ നടുവിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അമ്മ വിട്ട് കളഞ്ഞവൾക്ക് വേണ്ടി, ഉപേക്ഷിച്ച് വന്നവൾക്ക് വേണ്ടി നല്ലൊരു അവകാശം അമ്മ കൊടുത്തെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, വലിയ പാരമ്പര്യത്തിൽ നിന്നൊക്കെയും കടന്നു വന്നിരിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ട്. സ്വന്തം ബന്ധങ്ങളെ വിട്ടുവന്നതിന് ആമേശ്വത ചാർച്ചക്കാരെ വിട്ടുവന്നവർ, ആമേശ്വത പലതും ഉപേക്ഷിച്ചു വന്നവർ വെറും കയ്യോടെ വിടത്തില്ല, വെറും കയ്യോടെ വിടത്തില്ല. ആമേശ്വതം ഇതാ നല്ലൊരു അവകാശം തന്ന് നിന്നെ മാനിച്ചു നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം. ആമേ മോവാബ്യ സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല, ജാതി അനുഭവത്തിൽ നിന്ന് ആരെല്ലാം തിരുസല്ല കടന്നു വന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നല്ലൊരു അവകാശം.
Praise the Lord. കർത്താവ് തരാൻ ശക്തനാ. അവളെല്ലാം വീട്ടു. അമ്മേ സ്തോത്രം. ഇവളുടെ വാക്ക് കേൾക്കണം നിങ്ങൾക്ക്. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ വാക്യം കൂടി. 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നൊവൊമി പറഞ്ഞത്, എന്റെ മക്കളെ നിങ്ങൾ 12-ാം വാക്യം വായിച്ചു വേഗത്തിലാ. എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട്. 16-ാം വാക്യം വായിച്ചോ. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ നിന്നെ വിട്ടുപിരിവാനും നിന്നോട് കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പോകുന്നിടത്ത് കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമേ. പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത്. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്നെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അടുത്തത്, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും. നമ്മള് പുതിയ നിയമത്തിലാണ് ഇങ്ങനത്തെ ഒരു പദം വായിക്കുന്നത്. ആര് പറയുന്നത്? പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. സ്വന്തം. പക്ഷേ ഒരു മോവാബിയ സ്ത്രീ യുഗങ്ങൾക്ക് മുമ്പാകെ വിളിച്ചു പറഞ്ഞു, നീ മരിക്കുന്നിടത്ത് ഞാനും എന്ത് ചെയ്യും? മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. എത്ര പേര് നിൽക്കും കർത്താവിന്റെ നാമത്തിന് വേണ്ടി? ചിലത് വിട്ടുപിരിഞ്ഞ ദൈവത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന ദൈവജനമേ, ഹൃദയത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഒന്ന് ഉറ്റുനോക്കുകയാ. എടുത്തിരിക്കുന്ന തീരുമാനം റൈറ്റെങ്കിൽ ആമേശ്വതം ഇന്ന് ശൂന്യത അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ ദൈവം മാറ്റാൻ പോകുകയാ. നല്ലൊരു അവകാശം അവൾക്ക് കൊടുത്തത് ചെറിയ കാര്യമൊന്നുമല്ല. ബോവസ് അവളെ എന്ത് ചെയ്തു? ഇങ്ങ് വാങ്ങി. ആമേശ്വതം. ഇന്ന് ബോവസിന്റെ ഭാര്യയാണ് ആര്? ആശ്വതം. ഇശായി ജനിക്കാൻ ഹല്ലേലൂയ ഇടയായി തീർന്ന രൂത്ത് സന്തതി പരമ്പരകൾ യേശു ക്രിസ്തു വരെ ആമേശ്വരം അതിൽ നിന്ന് ഉളവാകുകയാ. നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം. എന്തേലും നീ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവമാർക്ക് കടക്കാരനല്ല. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടക്കാം. എന്തേലും വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവമാർക്ക് കടക്കാരനല്ല. ചേർത്തത് ചെറിയതിനു